എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവണമെന്നില്ല. നിങ്ങളുടേതായിട്ട് അവിടെ തോന്നുകയാണെങ്കിൽ എടുക്കാം കേട്ടോ, അല്ലാതെ വെറുതെ വിടാം. എല്ലാവരും പ്രാർത്ഥിച്ചോട്ട് നിങ്ങളുടേതായിട്ട് ആയിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവത പ്രാർത്ഥിച്ചോട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പൈൽ റീഡിംഗ് ആണ് ചെയ്യണത്. ഇതൊരു മുത്തുകളാണ്. ഞാൻ ഇത് എടുത്തിട്ടുണ്ട്, ഇതും 2 പൈലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1ാമത്തെ പൈല്, ഇത് 2ാമത്തെ പൈല്. ഓക്കെ, നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീഡിയോകൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനം നൽകുന്നത്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Universe and universe and the counterfeits of universe and universe and എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഏതാണെന്ന് സെലക്ട് ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണോ. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇത് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇത് സെലക്ട് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിനെ, ആ ഏത് ശക്തി ആയിക്കോട്ടെ, ആ ശക്തിനെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കാണാം കേട്ടോ. ഇത് സെക്കൻഡ്, ഇത് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഉള്ളവരുടെ, ഇത് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് സെലക്ട് ചെയ്തവർക്ക് എന്താ പറയുക, കുറച്ച്
സമാധാനം ഒട്ടും ഇല്ല എന്നാണ് പറയണത്. ഒട്ടും സമാധാനം ഇല്ലാത്തൊരവസ്ഥ കൂടെയാണ് കടന്നു പോകുന്നത്. ഇത്തിരി സമാധാനം കിട്ടണേ എന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെന്താ, ആളുടെ കുറച്ച് ഈഗോ ഒക്കെ ഉണ്ടെന്ന് ആ ഈഗോ ഒക്കെ ഒന്ന് പോയി ഇത്തിരി ഒട്ടും ലൈഫിൽ ആകെ ഒരു മാറ്റം ഉണ്ടാവാത്തൊരവസ്ഥ, ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയണത്. എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. ആകെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നതെന്നാണ് പറയണത്. റിലേഷൻഷിപ്പിലായാലും നിങ്ങൾ ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥ, നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് മിണ്ടുന്നില്ല, നിങ്ങളുടെ അടുത്ത് വരുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയെ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പിന്നെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സങ്കടം ഉള്ളിലുണ്ടെന്നാണ് പറയണത്. എന്തെങ്കിലും ചീറ്റിങ് കിട്ടുക, ചിലപ്പോൾ ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ട് വഴക്കുണ്ടാവുക നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ, അല്ലെങ്കിൽ ചീറ്റിങ് ഉണ്ടാവുക. ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടമാണ് പറയുന്നത്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം, വളരെ ദുഃഖമാണെന്നാണ് പറയണത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. എന്തൊക്കെ ചീറ്റിങ് നടന്നിട്ടുണ്ട്, ഒരുപാട് ഭയമുണ്ട്, അങ്ങനെ വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ഒരു സാധ്യത തോന്നുന്നുണ്ട്. അത് എന്തെങ്കിലും അസുഖങ്ങളായിട്ട് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാം. അങ്ങനെ കുറച്ച് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നാണ് പറയണത്. പിന്നെ നിങ്ങളുടെ വ്യക്തി തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ, ഭയം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, വളരെ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നാണ് പറയണത്. ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ചെറിയ പരിക്കേൽക്കാനൊരു സാധ്യത. അതിപ്പോൾ ഈ റിലേഷൻഷിപ്പിലായാലും ചെറിയൊരു അകൽച്ച വരാം. അങ്ങനെ ഒരു കുടുക്കിലപ്പെട്ട പോലെ തോന്നുക, എന്താ പറയുക, ഒരുപാട് ചിന്തിച്ചു കൂട്ടാം, കുറേ നിങ്ങളുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയ പോലെയൊക്കെ തോന്നാം. പിന്നെന്താ, ഒരു കുടുക്കിലപ്പെട്ട പോലെ തോന്നുക, ഒരുപാട് വെല്ലുവിളികളൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരാം. അങ്ങനെയുള്ളൊരു അവസ്ഥയെ കൂടെയാണ് ഇപ്പോൾ കടന്നു പോകണമെന്ന് പറയണത്. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുന്നില്ല, ആകെ സ്റ്റക്കായി നിൽക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നിങ്ങൾക്ക് ശ്രമിച്ചാലൊക്കെ നടക്കും എല്ലാ കാര്യങ്ങളും കേട്ടോ. ശ്രമിച്ചാൽ മതി. ഏത് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വരാം. ഇപ്പോൾ കുറച്ച് വളരെയധികം പ്രയാസങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ വളരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കണോ. പിന്നെ അടുത്തത് നിരാശ. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയി, അപ്പോൾ അതിൻ്റെ നിരാശ, അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയ പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ളൊരു വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അതുകൊണ്ട് ഭയങ്കര നിരാശയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഈ നിരാശ ലൈഫിൽ വളരെ ഒരുപാട് നല്ലത് വരും എന്നാണ് പറയുന്നത്. ലൈഫിൽ ആരോ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി, അങ്ങനെ ഒരുപാട് വിഷമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ഇപ്പോഴത്തെ ഈ വിഷമം നോക്കണ്ട, ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ ഉപേക്ഷിച്ച് പോയി, അങ്ങനെ ഭയങ്കര പ്രയാസത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമാണ്, ഫിസിക്കലായിട്ട് പോലും താല്പര്യമാണ്. പക്ഷേ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കണു. ഇപ്പോൾ അങ്ങനെ ഉള്ളൊരു പ്രയാസത്തിൽ നിങ്ങളിരിക്കണു. ഇത് സെലക്ട് ചെയ്തവർക്ക് ഇതാണ് ഫലം. അടുത്തത് ഇത് സെലക്ട് ചെയ്തവരുടെ ഫലമാണ് പറയുന്നത്. നിങ്ങളുടെ ഇപ്പോഴത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നേരെ മറിച്ച് നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക്.
ഒരു പുനർജന്മം ഉണ്ടാവണ പോലെ നിങ്ങളുടെ ലൈഫിൽ ഇനി സന്തോഷം വരാം, എല്ലാ കാര്യങ്ങളിലും സന്തോഷം വരാം, സക്സസ് വരാം, വിജയം ഉണ്ടാവുക, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് ആ പരിശ്രമത്തിനൊക്കെ നിങ്ങൾക്ക് വിജയം വരാൻ പോകണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും ഭാഗ്യവും ഇതെല്ലാം വരാൻ പോവാണ്. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങളുടെ ആ വ്യക്തി നിങ്ങളിലായിട്ട് ഭയങ്കര പ്യൂറായിട്ട് സ്നേഹം ഉണ്ടാവാൻ പോകുന്നതിന് നിങ്ങൾ സോൾമേറ്റ് കാർഡാണെന്നാണ് പറയണത്. പിന്നെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ലൈഫിൽ നല്ലൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു, പുതിയ ന്യൂ ബിഗിനിങ് വരുന്നു, പുതിയൊരു ലൈഫാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലൈഫിൽ പുതിയ പുതിയ ഐഡിയാസ് വരാം, നല്ല നല്ല ചേഞ്ചസുകൾ വരാം, പുതിയൊരു ലൈഫാണ് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത്. റിലേഷൻഷിപ്പിൽ നല്ലൊരു തുടക്കം നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് എന്താ ഒരു വളരെ പ്രശ്നകരമായ കാലഘട്ടത്തിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നു. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു, കുറേ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അതിപ്പോൾ തീരാൻ പോകണം. ചിലപ്പോൾ ജസ്റ്റ് ഇപ്പോൾ തീർന്നിട്ടുണ്ടായിരിക്കില്ല, ഇപ്പോൾ തീരാൻ പോകണം. ഇനി അത് തീർന്നാൽ നിങ്ങൾക്ക് നല്ലൊരു കാലഘട്ടമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നല്ല ഒരു സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരുപാട് വേദനയൊക്കെ നിങ്ങൾ അനുഭവിച്ചു. അതൊക്കെ ആ ഒരു ബന്ധമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ അവസാനിച്ച് പോയ പോലെയൊക്കെ തോന്നുന്നുണ്ടോ? ഇനി എന്തായാലും അതൊക്കെ ഇനി നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് ബിസിനസ്സിലായാലും നല്ലൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ലൈഫിലായാലും നല്ലൊരു തുടക്കമാണ് വരാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ നന്മകളും നിങ്ങളിലേക്ക് വരുന്നു, അതാണ് പറയണത്. പിന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കുറച്ച് പൈസ എവിടെന്നെങ്കിലുമൊക്കെ വരാനൊരു സാധ്യതയുണ്ട് കേട്ടോ. എന്തെങ്കിലും പലിശയ്ക്ക് അല്ല, എന്താ പറയുക, കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടുക, അല്ലെങ്കിൽ വല്ല ചിട്ടി അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത പൈസ തന്നെ തിരിച്ചിട്ട് ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് കുറച്ച് പൈസ കിട്ടാനായിട്ടൊരു സാധ്യത പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കോഴ്സുകൾ ചേരാനായിട്ട്, കോഴ്സുകൾ പഠിക്കാൻ, എന്തെങ്കിലും പുതിയതൊക്കെ നിങ്ങളിലേക്ക് വരാം. കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നിങ്ങൾക്ക് വരാൻ ഒരു സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ബന്ധമാണെങ്കിൽ വളരെ നല്ലൊരു ദൃഢമായ ബന്ധം വരാൻ പോവാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ല ദൃഢമായൊരു ബന്ധം, നല്ല ഒരു തുടക്കമാണ് വരാൻ പോകുന്നത്. നല്ല എല്ലാ കാര്യങ്ങൾക്കും ഇനി ബിസിനസ്സിലായാലും ശരി, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് തന്നെ നല്ല നല്ല ഗുണങ്ങളാണ് വരാൻ പോകുന്നത്. നല്ല പുരോഗതിയാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സന്തോഷം കവിഞ്ഞൊഴുകുന്നാണ് പറയുന്നത്. അത്രയധികം സ്നേഹം കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുന്നതാണ് പറയുന്നത്. അത്രയധികം സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നല്ല ബന്ധമാണ്, നല്ല ദൃഢമായ ബന്ധം. അതിനാണ് സാധ്യത ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അടുത്തത് 7 ഓഫ് വാണ്ട് വന്നിട്ടുണ്ട്. 7 ഓഫ് വാണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എന്താ ഒരു ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തുനിന്നൊന്നും മാറാനോ ഒക്കെ ഒരു സമ്മർദ്ദം, നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം എവിടെയെങ്കിലുമൊക്കെ അനുഭവിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നു. ഒരു തർക്ക വിഷയത്തിലൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് എന്തെങ്കിലും ഒരു തർക്ക വിഷയങ്ങളൊക്കെ വരാം. അതിനൊരു സാധ്യതയുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ഇത്രയും പറഞ്ഞ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നിർത്താണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ ഇതിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിങ് എടുത്ത് തരുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ഇത് മൂന്നും തരണം. തന്നില്ലെങ്കിലും നമ്മൾ റീഡിങ് ചെയ്യും. നിങ്ങൾക്ക് എന്തിനു വേണമെങ്കിലും റീഡിങ് എടുക്കാം. ഇന്നതിപ്പോൾ റിലേഷൻഷിപ്പ് മാത്രമല്ല, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും, ജോലി സംബന്ധമായിട്ടോ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടായാലും നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ഇത് മൂന്നും തരണം. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് എടുത്ത് തരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.